عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. രാജാധികാരിയായ നാഥന്റെ രഹസ്യമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്ത് ഹബീബിന്റെ മദ്ഹ് പറയാതെ എങ്ങനെയാണ് ഒരാൾക്ക് പരിപൂർണനായി മാറാൻ സാധിക്കുക? സൂഫിയാക്കൾ ആ ഹബീബിനോടുള്ള ഇഷ്കിനെ അഭേദ്യമായ പ്രണയബന്ധത്തോട് തുലനം ചെയ്തുകൊണ്ടാണ് ആവിഷ്കരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ അമീർ ഖുസ്റോ എന്നറിയപ്പെടുന്ന ഇഷ്കിന്റെ ലോകത്ത് അനേകായിരം പ്രവാചക അനുരാഗ രീതികൾ രചിച്ചു വെച്ച് ഇന്ന് അലഹബാദിന്റെ മണ്ണിൽ അന്തിയുറങ്ങുന്ന മുഹമ്മദ് മുസ ഹാഷിമി തന്റെ ഹബീബിനോടുള്ള ഇഷ്കിനെ വർണ്ണിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. लौट कर मैं न जाऊंगा खाली पर जोली मेरी या मोहम्मद लौट कर मैं न जाऊंगा खाली पर जोली मेरी या मोहम्मद लौट कर मैं न जाऊंगा खाली बंद ഒന്നിനും പറ്റാത്ത ഈ പാവപ്പെട്ട ഫഖീറിന്റെ വേദന അങ്ങൊന്ന് കണ്ടാലും യാ ഹബീബല്ലാഹ് അവിടുത്തെ പടിവാതിലിൽ വന്ന് അങ്ങയുടെ സ്നേഹത്തിനായി കെഞ്ചുന്ന അവിടുത്തെ പരിഗണനക്കായി ആഗ്രഹിക്കുന്ന ഈ ഉള്ളവന്റെ ചുപ്പയിലേക്ക് അങ്ങ് സ്നേഹം കൊണ്ട് സമ്മാനം നിറച്ചാലും പ്രവാചകരെ, അങ്ങയെ പോലെ സ്നേഹിച്ചവരെ തിരിച്ചു സ്നേഹിക്കാൻ മറ്റാർക്കാണ് കഴിയുകയാ ഹബീബല്ലാഹ്? लौट कर मैं न जाऊंगा खाली खोजते खोजते तुझको देखो क्या सख्या याद भी हो गया हो खोजते खोजते तुझको देखो क्या सख्या याद भी हो गया हो बेखबर दे बदर फी रहा हो
मेरी या मोहम्मद लौट कर मैं न जाऊंगा खाली കാലിയായ മുടി കിളിയൊന്ന് നിറച്ചു തരോ ഹബീബേ സല്ലല്ലാഹു അലൈഹി എന്ന് പറയുന്ന ആ മുത്ത് ഹബീബിനോടുള്ള അടങ്ങാത്ത ഇഷ്ക് സാധാരണയിൽ നിന്നും അസാധാരണയിലേക്ക് സഞ്ചരിക്കുന്നതിനും അപ്പുറം സൂഫിയാക്കളാവട്ടെ ആ തലത്തിന് അനുഭവിക്കുന്നവരും ആ അനുഭവത്തിന്റെ ലാഞ്ചനയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. അറിയില്ലേ നിങ്ങൾ, മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മൻസൂർ ഹല്ലാജ് എന്നിവരെ പോലെ, ജലാലുദ്ദീൻ റൂമിയെ പോലെ ഇഷ്കിന്റെ പരിത്യാഗികളുടെ ചരിത്രമെല്ലാം ഭ്രാന്തനെന്ന് മുദ്ര കുത്തി പരിഹസിച്ചപ്പോഴും അവരെല്ലാം ഹബ്ബിനും വേണ്ടി തേടുകയാണ്. മൻസൂർ ഭ്രാന്തന് നിലച്ചോട്ടെ, അവ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബത്ത്. കല്ലിലറിഞ്ഞോട്ടെ, അവൻ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബത്ത്. ഭ്രാന്തന് നിലച്ചോട്ടെ, അവൻ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബത്ത്. ഇൽമിനോടൊപ്പം തന്നെ അവനിൽ ഇഷ്കും അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവനെ പോലെ ആനന്ദത്തിന്റെ പരമോന്നതി കാണാൻ മറ്റാർക്കാണ് സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹാനുഭവങ്ങൾ പറയുമ്പോൾ ഭ്രാന്തൻ എന്ന വിളി കേട്ടാലെന്താ? ആശിഖീങ്ങൾക്ക് ജീവൻ ആ മുത്ത് ഹബീബ് മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബത്ത്. അലിമിൻ കണ്ണിലുള്ളത് ഫിഖിലും ഉമതാണ്, അശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിതേനതാണ്. അലിമിൻ കണ്ണിലുള്ളത് ഫിഖിലും ഉമതാണ്, അശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിതേനതാണ്. ഇഷ്കിന്റെ മധുലഹരിയിൽ മതൊന്നു ചേർന്ന, ഇഷ്കിന്റെ മധുലഹരിയിൽ മതൊന്നു ചേർന്ന, ഇഷ്കും ഇൽമും പരമാനന്ദ കുളിര്. ഭ്രാന്തന് നിലച്ചോട്ടെ, അവ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബത്ത്. ആളുകൾ പാടിയും പറഞ്ഞും അവരുടെ വികാരത്തെ ആവിഷ്കരിച്ചു കൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കാൻ കഴിയാത്ത കാഴ്ചക്കാർ അവനെ ഭ്രാന്തനെന്നും കള്ളനെന്നും വിളിച്ചു പരിഹസിച്ചേക്കാം. പക്ഷേ ഇഷ്കിനെ അളക്കാൻ ഇഷ്കെന്ന അവസ്ഥാന്തരത്തിലൂടെയുള്ള കാഴ്ചകളല്ലാതെ മറ്റെന്തിനാണ് സാധിക്കുക? പ്രിയമുള്ളവരെ, ചോട്ടെ, അവൻ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബത്ത്. ഇസ്കുള്ളോർ പാടി പറയും ലഹരി മൂത്തതാണ്, കണ്ണുന്നോർ എറ പറയും ഭ്രാന്ത് മൂത്തതാണ്. ഇസ്കുള്ളോർ പാടി പറയും ലഹരി മൂത്തതാണ്, കണ്ണുന്നോർ എറ പറയും ഭ്രാന്ത് മൂത്തതാണ്. ഇഷ്കിന്റെ കഴമളക്കാൻ അളവ് കോല തന്നെ, ഇഷ്കിന്റെ അഴമളക്കാൻ അളവ് കോല തന്നെ. ഇഷ്കിന്റെ കണ്ണാലെ നോട്ടം അതല്ലാതെ ഭ്രാന്തന് നിലച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബത്ത്. ഭ്രാന്തന് നിലച്ചോട്ടെ, അവൻ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് എന്റെ മുഹബത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.